മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവും രാജ്യസഭാ അംഗവും MLA-യും നഗരസഭാ ചെയർമാനും ഒഡേപെക് ചെയർമാനും PSC അംഗവും ഒക്കെ ആയിരുന്ന ഹമീദ് അലി ഷംനാട് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റ ഒരു ചരിത്രമുണ്ട്. കാസർഗോഡ് മാത്രമല്ല, നിലമ്പൂരിലും അദ്ദേഹം തോറ്റിട്ടുണ്ട്. പക്ഷേ ഈ തോൽവികൾക്കെല്ലാം മുമ്പേ 1960 അദ്ദേഹം നാദാപുരത്ത് ജയിച്ച വീരഗാഥ രചിച്ച ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. ഹമീദ് ഷംനാട് തോൽവികളോട് ഒരിക്കലും പിണങ്ങിയ ഒരാളല്ലായിരുന്നു. തോൽവികളെ ഭയന്ന ഒരാളുമല്ല. ജയം മാത്രമല്ല, തോൽവിയും ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഹമീദ് അലി ഷംനാട്. സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഉടമ, വളരെ നേരായ വഴിയുടെ മാത്രം സഞ്ചരിക്കുന്ന ഒരാൾ. അതുകൊണ്ടാവണം അദ്ദേഹം രാജ്യസഭാ അംഗമൊക്കെ ആയിട്ട് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റുവിനും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിക്കുമൊക്കെ ഒപ്പം പ്രവർത്തിച്ചതിന് ശേഷം അദ്ദേഹം നഗരസഭയുടെ ചെയർമാൻ ആവാൻ വേണ്ടി കാസർഗോട്ടേക്ക് വന്നത്. 1960 നാദാപുരത്ത് ഹമീദ് അലി ഷംനാട് ജയിച്ചത് രസകരമായിട്ടുള്ള ഒരു കഥയാണ്. അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് ഹമീദ് അലി ഷംനാടിനോട് ആവശ്യപ്പെടുന്നത് നാദാപുരത്ത് പോയിട്ട് മത്സരിക്കണം. കാസർഗോട്ടുകാരനായ ഹമീദ് അലി ഷംനാടിന് നാദാപുരവുമായി ഒരു ബന്ധവുമില്ല, ഒരു പരിചയവുമില്ല. പക്ഷെ അദ്ദേഹം ബാഫക്കി തങ്ങളുടെ വാക്ക്, ആജ്ഞ, നിർദ്ദേശം അനുസരിക്കാൻ തന്നെ തയ്യാറായി. അങ്ങനെ ഹമീദ് അലി ഷംനാട് മത്സരിക്കാൻ വേണ്ടി പുറപ്പെടുന്നു. കാസർഗോഡ് നിന്ന് അദ്ദേഹം ട്രെയിൻ കയറി വടകരയിൽ ഇറങ്ങി. വടകരയിൽ ഇറങ്ങിയപ്പോൾ ഒരു ടാക്സി കാറിൽ കയറി അദ്ദേഹം. കാറിൽ പോകുന്നതിനിടയിൽ ഡ്രൈവറോട് ഹമീദ് അലി ഷംനാട് ചോദിക്കുന്നു, നാദാപുരത്ത് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിന്റെ അവസ്ഥയൊക്കെയെന്ന്. ഡ്രൈവർ ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, നാദാപുരത്ത് ഇടത് കോട്ടയിൽ ഏറ്റവും പ്രബലനായ സ്ഥാനാർത്ഥി CH കണാരനാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് അങ്ങ് വടക്ക് കാസർഗോഡ് നിന്നുള്ള ഒരു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാവുമെന്ന് ടാക്സി ഡ്രൈവർ തിരികെ പറയുന്നു. ഹമീദ് അലി ഷംനാടിന് ഉള്ളിലൊരു ആശങ്കയായി. കണാരനോട് മത്സരിച്ച് ഞാൻ വല്ലാത്തൊരു തോൽവി ആയിരിക്കുമോ താൻ തോൽക്കുക എന്നൊക്കെ ചിന്തയൊക്കെ ഹമീദ് അലി ഷംനാടിന്റെ മനസ്സിൽ വന്നു. ഷംനാട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു. കണാരൻ അത്രയും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണോ? മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ നിലം പതിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡ്രൈവർ പിന്നെയും കണാരന് വേണ്ടി ആവേശത്തോടെ സംസാരിക്കുന്നു. കാരണം നാദാപുരം മണ്ഡലം എന്ന് പറയുന്നത് CH കണാരന്റെ കൈവെള്ളയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കണാരൻ അല്ലാതെ മറ്റൊരാൾക്ക് ജയിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കാസർഗോഡ് നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക്. അതുകൊണ്ട് തന്നെ കണാരനെ വാതോരാതെ പുകഴ്ത്തി പറയുകയാണ് ടാക്സി ഡ്രൈവർ. അവസാനം കാറിൽ നിന്ന് ഇറങ്ങി ടാക്സിയുടെ കാശ് വാങ്ങുന്നതിനിടയിൽ ഡ്രൈവർ ചോദിക്കുന്നു, അല്ല നിങ്ങൾ എങ്ങോട്ടേക്കാണ്, നിങ്ങൾ ആരാണ്? അപ്പോഴാണ് ഹമീദ് അലി ഷംനാട് പറയുന്നത്, ഞാനാണ് അങ്ങ് കാസർഗോഡ് നിന്ന് CH കണാരനെതിരെ മത്സരിക്കാൻ വരുന്ന ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നു. ഡ്രൈവർക്ക് ആകെ ജാള്യതായി, ഡ്രൈവർ ആകെ ഒന്ന് പരിങ്ങി. ഷംനാട് സാഹിബ് പറഞ്ഞു, എന്തായാലും ബാഫക്കി തങ്ങളാണ് എന്നോട് മത്സരിക്കാൻ പറഞ്ഞത്. നിയമസഭയിലേക്കുള്ള എൻ്റെ ആദ്യത്തെ മത്സരമാണ്. ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കട്ടെ. വലിയൊരു പരിക്കില്ലാതെ, തോറ്റാലും സാരമില്ല, വലിയൊരു പരിക്കില്ലാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാണ് ഷംനാട് സാഹിബ് പറഞ്ഞത്. ഇലക്ഷൻ തുടങ്ങി, വോട്ടെടുപ്പ് നടന്നു, ഫലം എണ്ണുകയാണ്. അന്നത്തെ കോളാമ്പി മൈക്ക് കെട്ടിയിട്ട് ഓരോ ഫലങ്ങളും ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ട്രെൻഡ്, ശതമാനത്തിന്റെ ട്രെൻഡ്, ഓരോ ആളുകൾക്ക് ലഭിച്ച വോട്ടിന്റെ ട്രെൻഡൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവസാനത്തെ പ്രഖ്യാപനം വന്നത്. നാദാപുരം മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഹമീദ് അലി ഷംനാട് വിജയിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വരുന്നത്. കേരളമാകെ ശ്രദ്ധിച്ച ഒരു വോട്ടെടുപ്പായിരുന്നത്. ഹമീദ് അലി ഷംനാട് നല്ല വോട്ടിനാണ് വിജയിച്ചത്, നല്ല ഭൂരിപക്ഷത്തിനാണ് കണാരനെതിരെ വിജയിച്ചത്. അതൊരു ചരിത്രം. അതിനുശേഷം 1965 ഹമീദ് അലി ഷംനാട് നിലമ്പൂരിൽ മത്സരിക്കുന്നു. നിലമ്പൂരിലായിരുന്നു അദ്ദേഹത്തിന് അടുത്ത മത്സരിക്കാനുള്ള നിയോഗം. പക്ഷെ നിലമ്പൂരിൽ അദ്ദേഹം പരാജയപ്പെടുന്നു, പൊട്ടിപ്പോകുന്നു. അദ്ദേഹം 3-ാം സ്ഥാനത്തെത്തുന്നു. പിന്നീട് 67 കാസർഗോട്ട് മത്സരിക്കുന്നു. കാസർഗോട്ട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ
അദ്ദേഹം തൻ്റെ സ്വന്തം മണ്ഡലമാണ്. പക്ഷേ മുസ്ലിം ലീഗിന് വലിയ വേരൊന്നും ആ കാലഘട്ടത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ആർന്നിറങ്ങിയിട്ടില്ല. ഹമീദ് അലി ഷംനാട് മത്സരിക്കുന്നു. അദ്ദേഹം 94 വോട്ടുകൾക്ക്, വെറും 94 വോട്ടുകൾക്ക് KP കുനുക്കിലായോട്, സ്വതന്ത്രനായി മത്സരിച്ച KP കുനുക്കിലായോട് തോൽക്കുന്നു. ഇങ്ങനെ ജയിച്ചും തോറ്റും വീണും കുതിച്ചെഴുന്നേറ്റുമുള്ള ചരിത്രമാണ് ഹമീദ് അലി ഷംനാടിൻ്റെത്. അദ്ദേഹം കാസർഗോഡ് നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ കാസർഗോഡിന്റെ വികസനത്തിൽ, കാസർഗോഡ് നഗരത്തിൽ കാണുന്ന പല വികസനങ്ങൾക്ക് പിന്നിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രണ്ട് പേരുകളാണ്. ഒന്ന് ഹമീദ് അലി ഷംനാടിന്റെയും മറ്റൊന്ന് TE അബ്ദുള്ളയുടെയും നഗരസഭയുടെ സംഭാവനയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ, അങ്ങനെ കാസർഗോഡ് നഗരസഭയ്ക്ക് വേണ്ടി വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു നേതാവായിരുന്നു ഹമീദ് അലി ഷംനാട്. യശസ്വരീയനായിട്ടുള്ള നമ്മുടെ മുമ്പിൽ നിന്ന് വിട പറഞ്ഞു പോയ ഹമീദ് അലി ഷംനാട് സാഹിബ്.